ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെ 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഫോഴ്സിൻ്റെ ബേസിക് ഡെഫിനിഷൻ, പിന്നെ ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചുകളുണ്ടാകാം, പിന്നെ ഫോഴ്സിൻ്റെ യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് പല സിറ്റുവേഷനിൽ പല സ്ഥലത്തും നമ്മൾ ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഫിസിക്സിൻ്റെ ടൈമിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ ഒരു ടേബിള് നിങ്ങളുടെ റൂമിലിരിക്കുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആ ടേബിളിനെ ഒരു സ്ഥലത്ത് നിന്ന് നീക്കി വേറൊരു സ്ഥലത്ത് വയ്ക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അല്ലെങ്കിൽ 1-2 പേര് ചേർന്ന് അതിലേക്കൊരു ഫോഴ്സ് കൊടുക്കുക, അതിലേക്കൊരു ഇൻട്രാക്ഷൻ കൊടുക്കും, അല്ലേ? അപ്പോൾ ആ ബോഡി എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റേറ്റ് ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറും, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഇൻട്രാക്ഷൻ കൊടുത്താലല്ലേ ആ ബോഡിയുടെ ആ സ്റ്റേറ്റ്, റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു ബോഡി ഇരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡിയുടെ സ്റ്റേറ്റ് മാറിയില്ലേ, അല്ലേ? അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഈ ഫോഴ്സ് കൊടുത്താലേ ഒരു ബോഡി നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ലോഡ് നമുക്കത് തലയിൽ വെച്ചുകൊണ്ട് പോകണം. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് അതിനെ ലിഫ്റ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ ബോഡി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഒരു ബോഡിയും അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ അതുപോലുള്ള ഫോഴ്സ് കൊടുക്കുന്ന സാധനം, അത് നമ്മളൊരു ഇൻട്രാക്ഷനാണ്. ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ. ഇത് ഒന്നീ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ളായിരിക്കും, പുഷ് അല്ലെങ്കിൽ പുള്ളായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇതൊരു ടേബിൾ സർഫസ് ആണെന്ന് വിചാരിക്കുക. ടേബിൾ സർഫസ്. ഞാൻ ഈ ടേബിൾ സർഫസിലേക്ക് ഒരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ഇതൊരു ബ്ലോക്കാണ്, ശരിയല്ലേ? ഇതൊരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ഇനി സർഫസുമായിട്ട് ഈ ബോഡി കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഇനി ഞാൻ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊരു എക്സ്റ്റേണൽ ഏജൻറ്റ് നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ആണ്. ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ. അപ്പോൾ ഇവിടെ വേറെ താഴെ സർഫസിൽ വേറെ ഫോഴ്സോ ഇതിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യാൻ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ? പലതരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ സർഫസിൽ ഈ ബോഡിയുടെ മോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒന്നുമില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് സ്മൂത്ത് സർഫസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെറിയ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ഈ ബ്ലോക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ബ്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ബ്ലോക്ക് ഇപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള എങ്ങോട്ടാണ്? ഇങ്ങോട്ട് മൂവ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഈ ബ്ലോക്കിൻ്റെ ഈ ബ്ലോക്കിൻ്റെ മോഷൻ, ശരിയല്ലേ? ബ്ലോക്കിൻ്റെ മോഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഫോഴ്സാണ് ഇവിടെ ഈ ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻ്റൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈ ബോഡിയിലേക്ക് ഒരു ഇൻട്രാക്ഷൻ കൊടുത്തപ്പോഴാണ് ഈ ബോഡി ഇപ്പോൾ എന്ത് ചെയ്തേ? മൂവ് ചെയ്തേ. അപ്പോൾ ഇത് ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ശരി. അപ്പോൾ നമുക്കിതിനെ ഒരു പുഷിങ് ഫോഴ്സ് എന്ന് പറയാം. എന്തെന്ന് പറയാം? പുഷിങ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ബോഡിയിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തത്, പുഷിങ്. ഓക്കെ, ഇനി വേറൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു വലിയ വെയിറ്റുള്ളൊരു സാധനം ഒരു സ്ഥലത്തിരിക്കുന്നു. അപ്പോൾ ഈ ലോഡിങ് കാരൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ. നമ്മളൊരു കയർ അതിൽ കെട്ടിയിട്ട് ഈ കയറിൻ്റെ അറ്റത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ കയർ വലിക്കുമ്പോൾ പിന്നെ 1-2 പേര് ചേർന്ന് കയറിൽ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ആ ബോഡിയെ നമുക്ക് അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യിപ്പിക്കാം? അവിടെയും ഒരു ഇൻട്രാക്ഷനാണ്. നമ്മൾ ആ ഫോഴ്സ് ആ റോപ്പിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത ഫോഴ്സ് അവിടെ ഈ റോപ്പിലൂടെ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബോഡി നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അവിടെ അതൊരു ഇൻട്രാക്ഷനാണ്. അപ്പോൾ അതും ഇതുപോലെ എന്ത് ചെയ്യാണ്? ഇതുപോലെ നമ്മൾ അത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയാണ്, ഇത് ബോഡി. ഓക്കെ, അപ്പോൾ ഈ ബോഡിയിലേക്ക് ഞാനൊരു റോപ്പ് കെട്ടുകയാണ്. ഇതൊരു റോപ്പ്, ഇതൊരു റോപ്പാണ്. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു റോപ്പാണ്. ഈ റോപ്പ് ഇതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടുണ്ട്. ഇതൊരു റോപ്പാണ്. ഇപ്പോൾ ഒരു ബ്ലോക്ക് ഇവിടെ ഇരിക്കുകയാണ്, സർഫസിലിരിക്കുകയാണ്, റോപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട്.
ഇനി എന്ത് ചെയ്യുകയാണ്, ഈ റോപ്പിൻ്റെ അറ്റത്ത് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ റോപ്പിൻ്റെ അറ്റത്ത് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റോപ്പിൻ്റെ അറ്റത്ത് ഞാനിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ഫോഴ്സിനെ നമുക്ക് എഫ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ റോപ്പിൻ്റെ അറ്റത്ത് ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻറ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഫോഴ്സാണ് നമ്മളിങ്ങനെ കാണിച്ചിരിക്കുന്നത്, ഒരു ആരോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ഈ റോപ്പിൻ്റെ അറ്റത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റോപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബോഡിയെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോഡി, ഇവിടെ ഇരിക്കുന്ന ഈ ബോഡിയെ എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. ഇപ്പോൾ മുകളിലോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ശരിയല്ലേ. ഇനി ഇവിടെ ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്പ്രിങ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പ്രിങ് ഇവിടെ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്പ്രിങ്. ഞാൻ ഈ സ്പ്രിങ്ങിൻ്റെ അറ്റത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ആണ്. ഇങ്ങനെ അപ്ലൈ ആണ്. അപ്പോൾ സ്പ്രിങ്ങിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ആണ്. ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യാൻ തുടങ്ങും, സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിനെ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പ്രിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഈ ഡയറക്ഷനിലേക്ക് സ്പ്രിങ്ങിന് എന്തുണ്ടായിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ ഇനിഷ്യലി സ്പ്രിങ്ങിൻ്റെ ലെങ്ത്. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ സ്പ്രിങ് സ്ട്രെച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ആ ഷേപ്പിനെ മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ആ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിനെ ചുമ്മാ ഈ സ്പ്രിങ് സ്ട്രെച്ച് ആവോ? ഇല്ല. നമ്മൾ ഈ സ്പ്രിങ്ങിലേക്ക് ഒരു ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് സ്പ്രിങ്ങിൽ എന്തുണ്ടായത്? ഈ സ്ട്രെച്ചിങ് ഉണ്ടായത്. ഇതുപോലെ തിരിച്ച് നമ്മൾ ഈ സ്പ്രിങ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് സ്പ്രിങ് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയാണ്. സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ആണെന്ന് വിചാരിച്ചു. ഫോഴ്സ് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ആണ്. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം നേരത്തെ സംഭവിച്ച കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ സ്പ്രിങ് നേരത്തെ നമ്മൾ ഇവിടെ ഈ ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പ്രിങ്ങിന് സ്ട്രെച്ചിങ് ആണ് സംഭവിച്ചെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പ്രിങ്ങിന് എന്ത് സംഭവിക്കും? ഇവിടെ നമ്മളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ് ഇങ്ങോട്ട് കംപ്രസ് ആവും. അപ്പോഴും സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ എന്ത് തന്നെയാണ്? ഒരു ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ ഫോഴ്സ് വേണം. ഇപ്പോൾ നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് ടോയ് എടുക്കുന്നു. ഈ ടോയെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറില്ലേ? അപ്പോൾ നമ്മൾ അവിടെ കൊടുത്ത ആ ഒരു പ്രസ്സിങ് എന്ന് പറയുന്ന ഒരു ഇൻട്രാക്ഷനാണ് അല്ലേ. അത് ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിലല്ലേ ആ ബോഡിയിലെ ആ ഷേപ്പിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. ഇനി ഒരു ബോൾ ഇങ്ങനെ ഒരു സർഫസിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. എനിക്ക് ആ ബോളിനെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കാല് കൊണ്ട് ഒരു ഇൻട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോളിനെ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കാം. അപ്പോൾ അവിടെ ആ ഒരു ഇൻട്രാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ആ ഇൻട്രാക്ഷൻ നടന്നില്ലെങ്കിൽ ആ ബോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ പോകും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ സ്പ്രിങ്ങിന് എന്ത് സംഭവിക്കും? ഇവിടെ ഈ സ്പ്രിങ്ങിന് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് സ്പ്രിങ് എന്ത് ചെയ്യാണ്? സ്പ്രിങ് കംപ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിനെ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചൂടെ? ഇപ്പോൾ സ്പ്രിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ലൈൻ നമ്മൾ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്പ്രിങ് ഇത്രയും ദൂരം എന്തായിട്ടുണ്ട്? കംപ്രസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ സ്പ്രിങ് ഇവിടെ കംപ്രസ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിയല്ലേ?
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ ജനറലി നമുക്ക് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ളെന്ന് പറയാം. അതിനെ കുറച്ചുകൂടെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ ആ സ്റ്റേറ്റ് മാറ്റാനോ, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനോ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കാനോ ഒക്കെ ആ ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രാക്ഷൻ അതൊരു പുഷാകാം അല്ലെങ്കിൽ പുള്ളാകാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ ബോഡി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ. ഓർ ഇറ്റ് ഈസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഫോഴ്സ് ഈസ് എ പുൾ ഓർ പുഷ്. പുള്ളും പുഷും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻട്രാക്ഷനാണ് ഓരോ രീതിയിൽ. നമ്മൾ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് പുഷാവും, അവിടെ നിന്ന് തിരിച്ചെന്തെങ്കിലും വെച്ച് നമ്മൾ ഇങ്ങോട്ട് വലിച്ചാൽ അത് പുള്ളാവും. അപ്പോൾ ഫോഴ്സ് ഈസ് എ പുൾ ഓർ പുഷ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി ഓർ ചേഞ്ചസ് ഇസ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ഷേപ്പ്. അപ്പോൾ ഒരു ബോഡിയുടെ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു യൂണിഫോം ആയിട്ടുള്ള മോഷനെ എനിക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എനിക്ക് മാറ്റണം. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഒരു ഇൻട്രാക്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ആ ഇൻട്രാക്ഷൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ ബോഡിക്ക് ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചു വയ്ക്കണം? ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ: ഫോഴ്സ് ഈസ് എ പുൾ ഓർ പുഷ് which changes or tends to change the state of rest or uniform motion of a body or changes its direction of motion or shape. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി മാത്തമാറ്റിക്കലി എങ്ങനെ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാകുമ്പോൾ ന്യൂട്ടൻ്റെ ലോയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കും കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ. ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിൻ്റെ ഒരു മെഷർ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ മാത്രം. ഓക്കെ. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ നമ്മൾ കൊടുത്ത ഫോഴ്സിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി മെഷർ ചെയ്യുന്നത്? അപ്പോൾ അത് നിങ്ങളുടെ സിലബസിൽ നിന്ന് നമുക്ക് സിമ്പിളി ഇങ്ങനെ പറയാം. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ബോഡിയെ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു ദാറ്റ് ഫോഴ്സ്. അപ്പോൾ അവിടെ ഒരു ടേം വന്നിട്ടുണ്ട്, ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? എന്താ മക്കളെ ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിലേക്ക് ഈ എക്സ്റ്റേണലായിട്ട് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ റെസ്റ്റ് ഇരിക്കുന്ന ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ആ ബോഡി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ. വെലോസിറ്റി എന്ന് പറയുന്നത് ആ ബോഡിയുടെ സ്പീഡും ഡിറക്ഷനും ഒക്കെ ചേർത്ത് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത്? വെലോസിറ്റി. അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. ഇപ്പോൾ കാറിൻ്റെ ആക്സിലറേറ്റർ, നമ്മളൊരു കാർ നിർത്തിയിട്ടിരിക്കുന്നു, എന്നിട്ട് നമ്മൾ കാർ ഓൺ ആക്കിയിട്ട് കാറിൻ്റെ ആക്സിലറേറ്ററിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കാറിൻ്റെ ആക്സിലറേറ്റർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കാറിൻ്റെ വേഗത എന്ത് ചെയ്യും? കൂടും. അപ്പോൾ അതിൻ്റെ ആ സ്പീഡ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. സ്പീഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഡയറക്ഷനൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ ഡയറക്ഷൻസും സ്പീഡും ഒക്കെ മാറുന്നത്, അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ സിംപിളി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി
ഡിവൈഡഡ് ബൈ ആരാ ടൈം. ഇതിനാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആക്സിലറേഷൻ എ എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കുക. അപ്പോൾ എ ഈക്വൽ ടു എന്ത് കിട്ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഈ ഒരു ആക്സിലറേഷൻ നമുക്കറിയാമെങ്കിൽ, അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ ബോഡിക്ക് ഇത്ര ആക്സിലറേഷൻ ഉണ്ട്, ആ ബോഡിയുടെ മാസ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ആ ഫോർമുല എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി എന്താണ്? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാസ് M ഓഫ് ബോഡി ആൻഡ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു ദാറ്റ് ഫോഴ്സ്. ആ ഫോഴ്സ് ആ ബോഡിയിൽ ഉണ്ടാക്കിയ ആക്സിലറേഷനും ആ ബോഡിയുടെ മാസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതാണ് ആ ഇൻസ്റ്റൻറ്റിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. ഇതാണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോഴ്സ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങളുടെ സിലബസിനകത്തു നിന്നുള്ള ചെറിയൊരു ഡെഫിനിഷനാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങളെ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് ഈ ചെറിയൊരു ഡെഫിനിഷൻ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ ഫോഴ്സിനെ? നമുക്ക് ഫോഴ്സിനെ എങ്ങനെ എഴുതാം? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണ് ഫോഴ്സിനെ മെഷർ ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല. ഇതിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഈ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ നമുക്ക് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം എന്നെഴുതാം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം എന്നെഴുതാം. അപ്പോൾ ആക്സിലറേഷനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഞാൻ V എന്നെടുക്കുകയാണ്, ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ U എന്നെടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ എന്താ T എന്നെടുക്കുക. അപ്പോൾ ഒരു ബോഡിയെ സംബന്ധിച്ച് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ സ്പീഡ് ഒരു 10 മീറ്റർ പെർ സെക്കൻഡാണ്. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് 20 മീറ്റർ പെർ സെക്കൻഡിലേക്കായി. അതിനെടുത്ത സമയം 5 സെക്കൻഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫൈനൽ സ്പീഡും ഇനിഷ്യൽ സ്പീഡും ഇത് വെലോസിറ്റിയുടെ എമൗണ്ട് ആണ്. അപ്പോൾ അതിനെ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രത്തോളം ആക്സിലറേഷൻ ഈ ബോഡിയിൽ ഉണ്ടായെന്ന് കിട്ടും. അപ്പോൾ ഈ ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കുക. അപ്പോൾ ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. നമുക്ക് ഈ ചേഞ്ച് അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ ചേഞ്ചിനെ നമുക്ക് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന V എന്താണ്? ആ ഫൈനൽ വെലോസിറ്റിയുടെ എമൗണ്ട് ആണ്. U എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റിയുടെ എമൗണ്ട് ആണ്. അപ്പോൾ V ആരാണ്? V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയുടെ എമൗണ്ട് ആണ്. V ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര വെലോസിറ്റി ഉണ്ട്, ഇപ്പോൾ എത്ര ഉണ്ട്. U എന്താണ്? നമ്മൾ തുടങ്ങിയ സമയത്ത് എത്ര ഉണ്ട്, അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടൈം, അതാണ് ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? എന്താണ് യൂണിറ്റ്? എന്തായിരിക്കും യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. അതിൽ ഇത് വെലോസിറ്റിയുടെ ചേഞ്ചാണ് അല്ലേ? വെലോസിറ്റിയുടെ എന്താണ്? ചേഞ്ചാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. പക്ഷേ അതിൻ്റെ റേറ്റ് എടുക്കണം. അപ്പോൾ ആ താഴെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് വരും, താഴെ ടൈം വരും. അപ്പോൾ യൂണിറ്റ് എന്ത് വരും മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. കാരണം വെലോസിറ്റിയുടെ ചേഞ്ച് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ താഴെ ഒരു ടൈം കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ഇതും കൂടെ വരുമ്പോൾ യൂണിറ്റ് ഇങ്ങനെ വരും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സിനെ മെഷർ ചെയ്യാനുള്ള ഫോർമുല കിട്ടിയല്ലോ. ഫോഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫോർമുല ഏതാണ്? F ഈസ് ഈക്വൽ ടു ma
എഫ് ഈസിക്കൽ ടു എം എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. വിത്ത് ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി. എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി. വാട്ട് ഈസ് ദ സിമ്പൽ ഇൻ ദിസ് ഇക്വേഷൻ represent? വി represent ഫൈനൽ വെലോസിറ്റി ആൻഡ് യു represent ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ അല്ലേ? അടുത്തത് നമ്മളിതിൻ്റെ യൂണിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യൂണിറ്റ് ഓഫ് ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, അത് SI സിസ്റ്റത്തിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മളെ സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്, ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ SI സിസ്റ്റത്തിൽ ഇതിൻ്റെ യൂണിറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഫോഴ്സിനെ മെഷർ ചെയ്യാനുള്ള നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് M×A ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ മാസ് 1 കിലോഗ്രാം എന്നെടുത്തു. ഈ ബോഡിയിലുണ്ടായ ആക്സിലറേഷൻ്റെ എമൗണ്ട് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുത്തു. അപ്പോൾ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി എടുത്തു. ആ ബോഡിയിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം മാസുള്ള ബോഡിയിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ ഒരു ഫോഴ്സ് വേണം. അത് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയും. എന്നു പറയും 1 ന്യൂട്ടൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മളത് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ നമ്മൾ ഐസക് ന്യൂട്ടൻ്റെ ബഹുമാനാർത്ഥം ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ന്യൂട്ടനാണ്. കാരണം ഫോഴ്സിനും അല്ലെങ്കിൽ അതുപോലെ മോഷനെക്കുറിച്ചും കൂടുതൽ പിന്നെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തത് ന്യൂട്ടനാണ് അല്ലേ. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണല്ലോ ന്യൂട്ടൺ പറഞ്ഞ് എല്ലാ ബോഡിയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ബോഡി താഴത്തോട്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ മുകളിൽ ഇരിക്കുന്ന ആപ്പിൾ എങ്ങനെയാണ് താഴോട്ട് വന്നേ അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ന്യൂട്ടൺ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഐഡിയയെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത് അല്ലേ. അപ്പോൾ ന്യൂട്ടൺ അന്ന് ഇങ്ങനെ ആ പല കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടി വന്നത് അല്ലേ. ശരിയല്ലേ? അപ്പോൾ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ, ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് 1 കിലോഗ്രാം മാസുള്ള ബോഡിയിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാകാം. അപ്പോൾ 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ടിൽ 1 ആയതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1 എന്ന് തന്നെ എഴുതാം. അപ്പോൾ 1 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. ഇതിനെ നമുക്ക് ഒരു ന്യൂട്ടൺ എന്ന് ക്യാപിറ്റൽ N എന്ന് എഴുതാം. അപ്പോൾ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഫോഴ്സ് എന്താ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോർ എ ബോഡി ഹാവിങ് മാസ് 1 കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ എത്രത്തോളം ഫോഴ്സ് വേണമോ ആ എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് 1 ന്യൂട്ടൺ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇതിനാണ് മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 എന്നിട്ടിരിക്കുന്നത്. ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ്, നിങ്ങളത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നമുക്കതങ്ങനെ നിങ്ങൾ രീതിയിൽ തന്നെ പഠിക്കാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇത് നമുക്ക് മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഈ സെക്കൻഡ് റൈസ് ടു -2 എന്ന് എഴുതാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഈ രീതിയിൽ പഠിച്ചോളാം. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷൻ അങ്ങനെയും എഴുതാം കേട്ടോ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 1 കിലോഗ്രാം മീറ്റർ ഈ ബൈ സെക്കൻഡ് സ്ക്വയറിന് ഇങ്ങനെ എഴുതാം, സെക്കൻഡ് റൈസ് ടു -2. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങനെയും എഴുതാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോഴ്സിന് നമ്മൾ CGS യൂണിറ്റ് ഉണ്ട്. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിഗ്രാം സെക്കൻഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ CGS സിസ്റ്റത്തിൽ ലെങ്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററും മാസിൻ്റെ യൂണിറ്റ് ഗ്രാമും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റാണ് CGS. ഇതൊക്കെ നമ്മൾ 6th ക്ലാസ്സിൽ മറ്റേ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ CGS സിസ്റ്റം, അപ്പോൾ CGS സിസ്റ്റത്തിൽ ലെങ്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കും, മാസിൻ്റെ യൂണിറ്റ് ഗ്രാം ആയിരിക്കും, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും. ഈ ഒരു ടൈം വെച്ചുകൊണ്ട് പല ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡിഫൈൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ പലതിൻ്റെ യൂണിറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? CGS. SI സിസ്റ്റത്തിലാണെങ്കിൽ പിന്നെ മാസിന് കിലോഗ്രാം, ലെങ്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്, പിന്നെ മറ്റ് ഒരു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അവർക്ക് 7 പേർക്കും യൂണിറ്റൊക്കെ ഉണ്ട്. ഒക്കെ അതൊക്കെ അവിടെ നിന്നോട്ടെ.
അപ്പോൾ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ CGS സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അതിൽ സെൻറ്റിമീറ്റർ ലെങ്തിൻ്റെ യൂണിറ്റ്, ഗ്രാം മാസിൻ്റെ യൂണിറ്റ്, സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ്. അപ്പോൾ മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളിനൊക്കെ ഗ്രാം കൊടുക്കണം, ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളിനൊക്കെ സെൻറ്റിമീറ്റർ കൊടുക്കണം, ടൈമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളിനൊക്കെ സെക്കൻഡ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ CGSൽ എഴുതി കഴിഞ്ഞാൽ F = ma ആണല്ലോ, F = ma ആണ്. അപ്പോൾ CGS സിസ്റ്റത്തിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമാണ്. CGS സിസ്റ്റത്തിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? ഗ്രാമാണ്. അപ്പോൾ m = 1 ഗ്രാം എന്ന് എടുക്കുകയാണ്. m = 1 ഗ്രാം. G എന്ന് എഴുതാം, അല്ലെങ്കിൽ GM എന്ന് എഴുതാം. 1 ഗ്രാം എന്ന് നമുക്ക് GM എന്നോ അല്ലെങ്കിൽ G എന്നോ എഴുതാം. ഗ്രാം. അപ്പോൾ ആക്സിലറേഷൻ m/s² ആണെങ്കിൽ ഇവിടെ ഞാൻ ആക്സിലറേഷൻ cm/s² ആണ്. അപ്പോൾ 1 cm/s (2). 1 cm/s (2). അപ്പോൾ cm/s² അല്ലെങ്കിൽ cm/s (2). മറ്റേ m/s² ആണെങ്കിൽ ഇവിടെ cm/s (2). അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം മാസുള്ള ബോഡിയിൽ 1 m/s² ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന 1 ന്യൂട്ടൺ ആണെന്നതുപോലെ 1 ഗ്രാം മാസുള്ള ബോഡിയിൽ 1 cm/s² ആക്സിലറേഷൻ ഉണ്ടാക്കാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ഡൈൻ എന്ന് പറയും. ഡൈൻ. അപ്പോൾ ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. ഒരു ഡൈൻ എന്ന് പറഞ്ഞാൽ DYNE എന്നാണ് എഴുതുന്നത്. 1 ഡൈൻ എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ മറ്റതുപോലെ ചുരുക്കി എഴുതുന്നത് ഡൈൻ എന്ന് തന്നെയാണ്, DYNE എന്ന് തന്നെയാണ്. 1 ഡൈൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം. ഗ്രാമിനെ നമുക്ക് G എന്നോ അല്ലെങ്കിൽ GM എന്നോ എഴുതാം. അപ്പോൾ G എന്ന് എഴുതാണ് കേട്ടോ. ഗ്രാമിനെ ഞാൻ G എന്ന് എഴുതാണ്. ഗ്രാം cm/s (2). അപ്പോൾ ഇവിടെ ഒരു m കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷനായി പോകുന്നതുകൊണ്ട് ഞാൻ ഈ ഗ്രാമിനെ എന്തെന്ന് എഴുതുകയാണ്? ഒരു ഗ്രാം എന്ന് പറയുന്നത് ഞാൻ 1G എന്നങ്ങ് എഴുതുകയാണ്. GM എന്നോ G എന്നോ എഴുതാം. അപ്പോൾ 1 ഗ്രാം cm/s (2). 1 ഡൈൻ = 1 ഗ്രാം cm/s (2). 1 ഡൈൻ = 1 ഗ്രാം cm/s (2). ഓക്കെ. അപ്പോൾ CGS സിസ്റ്റത്തിലെ സംബന്ധിച്ചിടത്തോളം CGS സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനാണ്. SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം m/s² ആണെങ്കിൽ 1 ഡൈൻ എന്ന് പറയുന്നത് 1 ഗ്രാം cm/s (2) ആണ്.